സ്വന്തമായി ഒരു സബ്വൂഫർ ബോക്സ് നിർമ്മിക്കുക എന്നുള്ളത് പലരുടെ ഒരു ആഗ്രഹമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു അളവിൽ നിർമ്മിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടില്ല. ഇന്ന് നമുക്കൊരു 10 ഇഞ്ച് സബ്വൂഫർ ബോക്സിന്റെ മെഷർമെന്റുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഇത് കറക്റ്റ് ട്യൂൺഡ് അല്ല, എങ്കിലും ഒരുവിധം എല്ലാ സബ്വൂഫറുകൾക്കും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരുവിധം നല്ല പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മെഷർമെന്റ് ആണ്. നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും കാർപ്പന്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ അളവിലുള്ള സബ്വൂഫർ ബോക്സ് നിർമ്മിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഏകദേശം ഇതുപോലെ ഒരു ഡിഫോൾട്ട് വാല്യൂവിൽ നിർമ്മിച്ചിട്ടുള്ള ബോക്സുകൾ ഒരു 1400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സബ്വൂഫർ ബോക്സ് നിർമ്മിക്കാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ MDF ആണ്, മീഡിയം ഡെൻസിറ്റി ഫൈബർ. നിങ്ങളുടെ അടുത്തുള്ള ഹാർഡ്വെയർസിലൊക്കെ അത് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പ്ലൈവുഡോ പലകയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പ്ലൈവുഡോ പലകയോ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡെൻസിറ്റി ഉള്ള, നല്ല ഹാർഡായിട്ടുള്ള, വെയിറ്റ് ഉള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നല്ല പവർഫുൾ ബാസ് വരുന്ന സമയത്ത് ഈ ബോക്സ് വൈബ്രേറ്റ് ചെയ്യാനും അതുപോലെ നിരങ്ങി നീങ്ങാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഒരു 100 വാട്ട്സ് ഒക്കെ ഉള്ള സബ് ആംപ്ലിഫയർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 8 ഇഞ്ച് സബ്വൂഫർ ഉപയോഗിക്കാതെ പകരം 10 ഇഞ്ച് സബ്വൂഫർ ഉപയോഗിക്കുക. പെർഫോമൻസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഈ സബ്വൂഫറൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബോക്സ് നിർമ്മിക്കുമ്പോൾ അല്പം കോസ്റ്റ് കൂടുന്നേ ഉള്ളൂ, എന്നാലും പെർഫോമൻസ് കാര്യമായ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിന്റെ മെഷർമെന്റുകളും മറ്റു കാര്യങ്ങളും പരിചയപ്പെടാം. 3/4 ഇഞ്ച് കനമുള്ള MDF ഉപയോഗിച്ചാണ് ഈ ബോക്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ പുറമെയുള്ള അളവുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ നീളം നോക്കാം. ബോക്സിന്റെ നീളം വരുന്നത് 45 സെന്റിമീറ്റർ ആണ്. 45 സെന്റിമീറ്റർ നീളം. വീതി 31.5 സെന്റിമീറ്റർ ആണ്. 31.5 സെന്റിമീറ്റർ വീതി. ഹൈറ്റ് 40.5 സെന്റിമീറ്റർ ആണ്. 40.5 സെന്റിമീറ്റർ ഹൈറ്റ്. ഇനി നമുക്ക് ഈ പോർട്ടിന്റെ ഉള്ളിലുള്ള അളവ് നോക്കാം. പോർട്ടിനുള്ളിലുള്ള അളവ് വരുന്നത് 4.5 സെന്റിമീറ്റർ ആണ്. 4.5 സെന്റിമീറ്റർ. പോർട്ട് ലെങ്ത് നോക്കാം. പോർട്ടിന്റെ ബാക്കിലോട്ടുള്ള നീളം. പോർട്ട് ലെങ്ത് വരുന്നത് 27 സെന്റിമീറ്റർ ആണ്. 27 സെന്റിമീറ്റർ. ആ 27 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് അവിടുന്ന് താഴേക്ക് L ഷേപ്പിൽ 1.5 ഇഞ്ചിന്റെ ഒരു പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. 27 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് L ഷേപ്പിൽ 1.5 ഇഞ്ചിന്റെ പീസ് അടിച്ചു കൊടുക്കുക. അതുപോലെ ഇവിടെ സബ്വൂഫർ വെക്കുന്നത് 1 ഇഞ്ച് ഉള്ളിലാണ്. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്കാണ് സബ്വൂഫറിന്റെ പീസ് അടിച്ചു കൊടുക്കേണ്ടത്. കാരണം നമുക്കിവിടെ നെറ്റോ ഗ്രില്ലോ ഒക്കെ വെക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സബ്വൂഫറിന്റെ ഈ ഹോളിന്റെ അളവ് നമുക്ക് നോക്കാം. 10 ഇഞ്ച് സബ്വൂഫർ ആണ്. 10 ഇഞ്ച് സബ്വൂഫർ വെക്കുമ്പോൾ 9 ഇഞ്ചാണ് ഹോളിന്റെ ഉള്ളിലെ സൈസ്. നമുക്ക് ജിക്സോ കട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഹോൾ ഉണ്ടാക്കാം. 9 ഇഞ്ചാണ് ഈ റൗണ്ട് വരേണ്ടത്. അതുപോലെ ഇതിന്റെ ബാക്കിലുള്ള പീസ്, ഈ ബാക്കിൽ നമ്മൾ അടിക്കുന്ന ഈ പീസ് ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ വെച്ച് അടിക്കണം. ഫ്രെയിമിന്റെ പുറത്ത് വെച്ചല്ല അടിക്കേണ്ടത്. ബോക്സിന്റെ ബാക്ക് പീസ് ഫ്രെയിമിന്റെ ഉള്ളിലാണ് അടിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അക്വാസ്റ്റിക് ഫോം മേടിക്കാൻ കിട്ടും. 1 ഇഞ്ച് കനമൊക്കെയുള്ള അക്വാസ്റ്റിക് ഫോം വാങ്ങി ഇതിന്റെ എല്ലാ ഭാഗത്തും, ബോക്സിനുള്ളിൽ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും വൈബ്രേഷൻ ഇല്ലാതെ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. ആമസോണിലൊക്കെ അക്വാസ്റ്റിക് ഫോം എന്ന് സെർച്ച് ചെയ്താൽ നമുക്കിത് മേടിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഈ സബ്വൂഫറൊക്കെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇതിന്റെ വയർ കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്യണമല്ലോ. അതിന് സൗകര്യത്തിന് ഒന്നുകിൽ ഇതുപോലുള്ള സ്പീക്കർ ബൈൻഡിംഗ് പോസ്റ്റ് മേടിക്കാൻ കിട്ടും. ഇതുപോലുള്ള സ്പീക്കർ ബൈൻഡിംഗ് പോസ്റ്റ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്താൽ നല്ലൊരു ബ്രാൻഡഡ് ലുക്കൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു മാർഗം ഇതുപോലെ നീളം കൂടിയ ബനാന സോക്കറ്റ് വാങ്ങി ഫിറ്റ് ചെയ്യുക. ആമസോണിലും കിട്ടും, അതുപോലെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഏറ്റവും നീളം കൂടിയ ബനാന സോക്കറ്റ് മേടിക്കുക. എന്നിട്ട് 2 ഹോൾ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. ഇതിന്റെ ഉൾഭാഗത്ത് നട്ടിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഈ ബനാന സോക്കറ്റ് അല്പം ലൂസ് ചെയ്താൽ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതിൽ വെക്കുന്ന സബ്വൂഫറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ടൊയോട്ടോൺ എന്ന കമ്പനിയുടെ ഒരു 10 ഇഞ്ച് സബ്വൂഫറാണ് നമ്മൾ ഇന്ന് ഈ ബോക്സിൽ വെക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് ഇതിന് റേറ്റ് വരുന്നുണ്ട്. നല്ല വലുപ്പമുള്ള മാഗ്നറ്റ് ആണ്. അതുപോലെ ഇതിന്റെ പീക്ക് പവർ 600 വാട്ട്സ്, RMS 4 ohms. ഇതിന് സ്പീക്കറിന്റെ വയർ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈൻഡിംഗ് പോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് പ്രസ് ചെയ്തിട്ട് വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സബ്വൂഫർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഓക്സിജൻ ഫ്രീ കേബിൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് ഷോപ്പിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും.
നമ്മുടെ സബ് ഓഫർ ബോക്സിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സബ് ഓഫർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിന്റെ പോർട്ട് മുകളിലേക്ക് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. ഇവിടെ ഈ പോർട്ട് അടിയിലേക്ക് വരുന്ന രീതിയിലാണ് ബോക്സ് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ് ഓഫർ ആ രീതിയിലാണ് വെക്കേണ്ടത്. ഇതിന്റെ ഈ എഴുത്തൊക്കെ അങ്ങനെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇനി നമുക്ക് ഇതിനൊരു ഗ്രില്ല് കൊടുക്കണം. ഒരു 50 രൂപയൊക്കെ കൊടുത്താൽ ഇതുപോലുള്ള ഫൈബറിന്റെ ഗ്രില്ല് കിട്ടും, 10 ഇഞ്ച് ഗ്രില്ല്. ഈ ഗ്രില്ല് ഇങ്ങനെയാണ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. ബാക്ക് സൈഡിൽ ബനാന സോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഈ ബോക്സ് അങ്ങോട്ടെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോകണമെങ്കിൽ വയറിന്റെ കണക്ഷൻ, ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന വയർ കണക്ഷൻ കണക്ട് ചെയ്യാനും അതുപോലെ ഒഴിവാക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും.